ഹൈബിയുടെ എം പി മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ക്രിക്കറ്റ് ഇല്ല, ഇനി ഫുട്ബോളിന് വേണ്ടി മാത്രമാണ് ഇത് പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിലും ഒരാൾ വരികയാണ്, ഞാൻ ഒരു 250 കോടി രൂപ തരാം, ഈ സ്റ്റേഡിയം ഞാൻ പുതുക്കി പണിയാം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെസ്സി ഒരു മാസത്തിനകം വരുമെന്ന് പറഞ്ഞ് ഒരു കേരളത്തിന്റെ ഇക്കോണമിയെ, സ്റ്റേഡിയത്തിന്റെ വളർച്ചയെ, കൊച്ചിയുടെ വളർച്ചയെ, ലോകം മുഴുവൻ ആരാധിക്കുന്ന മെസ്സിയെ കാണാൻ 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആരും മിണ്ടാതിരുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷെയ്ഡി ഡീൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ വ്യക്തമാക്കി, അപ്പോൾ ഈ സ്റ്റേഡിയം ഇനി പുതുക്കി പണിയാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കും, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, എല്ലാ നിബന്ധനകളും മറികടന്നുകൊണ്ട്, എല്ലാ പ്രോട്ടോക്കോളുകളും തെറ്റിച്ചുകൊണ്ടിട്ടാണ് ഈ കരാറുകാരന് ഈ സ്റ്റേഡിയം പണിയാൻ കൊടുത്തത്. ഇപ്പോൾ മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മതിൽ കെട്ടുകയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾക്ക് ലീസിന് തന്നിട്ടുള്ള ഭൂമിയുണ്ട് ഇവിടെ, അപ്പോൾ അവിടെ എങ്ങനെയാ മതിൽ കെട്ടാൻ പറ്റുന്ന? കോടതിയിൽ കേസ് ഉള്ളതാണ്. അപ്പോൾ മെസ്സി വരുന്നതല്ലേ, അത് കെട്ടിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു. പക്ഷേ അദ്ദേഹം കോടതിയിൽ പോയി, അവർ കോടതിയിൽ പോയി, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതിയിൽ പോയി, അവർക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ച് അത് അന്വേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരന്തരമായ വയലേഷനുകൾ, ഞാൻ പറഞ്ഞല്ലോ, മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഗ്രൗണ്ട് റിനോവേഷൻ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും, ഇനി ഇപ്പോൾ കൊച്ചിയിൽ കളി നടക്കുന്നില്ല എന്ന് പറയുന്നു, ഇനി കൊച്ചിയിലായിരിക്കില്ല കളി നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ പാതി വഴി ഉപേക്ഷിക്കും. പണ്ട് AR റഹ്മാന്റെ കൺസേർട്ട് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പണം പിരിക്കുമായിരുന്നു. അതായത് അടുത്ത വർഷം AR റഹ്മാൻ വരും, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര രൂപയുടെ സ്പോൺസർഷിപ്പ് എക്സ്പെക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവസാനം AR റഹ്മാന്റെ ഷോ ലാസ്റ്റ് മൂമെന്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ. ഒരിടയ്ക്ക് ഒരു ബിസിനസ് പ്രപ്പോസലായിരുന്നു AR റഹ്മാന്റെ ഷോ നടത്തുക എന്നുള്ളത്. ഇപ്പോൾ GCD എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് കായികേതര പരിപാടികൾക്കും കൂടി ഈ സ്റ്റേഡിയം വിട്ടു നൽകും എന്നുള്ളതാണ്. അങ്ങനെ കായികേതര പരിപാടികൾക്ക് വിട്ടു നൽകാൻ അനുയോജ്യമായ രീതിയിലാണോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ്, ജനങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേരള ഗവൺമെന്റ്, കായിക മന്ത്രി, അതുപോലെ തന്നെ GCDA തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല, ഞങ്ങളെല്ലാം ജനറൽ കൗൺസിലിൽ നേരത്തെ ഉണ്ടായതായിരുന്നു. പുതിയ GCDA ഗവൺമെന്റ് വന്നതിന് ശേഷം സ്ഥലം MLA MP ഇവരെയൊക്കെ GCDAയുടെ കൗൺസിലിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുകയാണ്. ജനറൽ കൗൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇറ്റ് ഈസ് എ പ്ലഷർ ഓഫ് ദ ഗവൺമെന്റ്. സ്ഥലം MLA വെക്കണോ വെക്കണ്ട, ഏത് MLA വെക്കണം വെക്കണ്ട എന്നുള്ളത് അവരുടെ പ്ലഷറാണ്. പക്ഷെ GCയിൽ പോലും ഞങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം തീരുമാനങ്ങളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയല്ല നടത്തപ്പെടുന്നത്. കായികേതര പരിപാടികൾക്ക് ഇത് അനുവദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ TJ വിനോദ് MLAയുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. അന്നും ഒരുപാട് ആശങ്കകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു റവന്യൂ മേക്കിംഗ്, ഒരു ഡെഡ് സ്റ്റേഡിയം ആവരുത്, റവന്യൂ മേക്കിംഗ് ആയിരിക്കണം സ്റ്റേഡിയം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞങ്ങൾ അതിന് മറ്റ് എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് വരാതിരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇതിനൊരു കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. ഇതൊരു എന്താ പറയാ, ഒരു ഡീൽ എന്നതിനപ്പുറമായി ഇതൊരു വലിയ സ്കാം ആണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഈ സ്കാമിനെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം.